റിയൽമിയുടെ 35,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പുതിയ സ്മാർട്ട് ഫോണാണ് റിയൽമി GT70. അതുപോലെ തന്നെ ഐക്യൂടെ 32,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് ഫോണാണ് ഐക്യു ന്യൂ 10. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി GT70യും അതുപോലെ തന്നെ ഐക്യു ന്യൂ 10ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമി GT70യിൽ 6.8 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. ഐക്യു ന്യൂ 10ൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പം ഏകദേശം സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസും റെസൊല്യൂഷനൊക്കെ തന്നെയാണ് ഈ രണ്ട് ഫോണുകളിലും വരുന്നത്. അമോലെഡ് ഡിസ്പ്ലേ ആണ് രണ്ട് ഫോണുകളിലും കൊടുത്തിരിക്കുന്നത്. രണ്ട് ഫോണുകളിലും ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ട് ഫോണുകളിലും പഞ്ച്വൽ ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഐക്യൂവിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ചെറിയൊരു അഡ്വാൻറ്റേജ് ഐക്യൂവിന് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് എക്സ്ട്രാ വരുന്നുണ്ട്. ഈ ഒരു ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് ഐക്യൂവിൽ വരുന്നില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. എന്നാൽ ഐക്യൂവിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 4320 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ ഐക്യൂവിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 6000 നിറ്റ്സ് ആണ്. ഐക്യൂടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 5500 നിറ്റ്സ് ആണ്. അപ്പോൾ രണ്ട് ഫോണുകളിലും വളരെ കൂടിയ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ ആർമർ ഷീൽഡ് ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഐക്യൂവിൽ സ്ക്വാഡ് സെൻസേഷൻ്റെ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും ഇതിൽ വരുന്നുണ്ട്. എന്നാൽ ഐക്യൂവിലോട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു റിഫ്രഷ് റേറ്റ് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിങ്ങും നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് ഏകദേശം 202 ഗ്രാമാണ്. ഐക്യൂടെ വെയിറ്റ് വരുന്നത് ഏകദേശം 206 ഗ്രാമാണ്. പിന്നെ റിയൽമിയുടെ തിക്നെസ് വരുന്നത് 8.25 mm ആണ്. ഐക്യൂടെ തിക്നെസ് വരുന്നത് 8.09 mm ആണ്. അപ്പോൾ വെയിറ്റിൻ്റെയും തിക്നെസിൻ്റെയും കാര്യത്തിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ റിയൽമിയിൽ IP69 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഐക്യൂവിൽ IP65 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബെറ്റർ ആയിട്ടുള്ള ഒരു IP റേറ്റിംഗ് റിയൽമിയിൽ വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ MediaTek Dimensity 8400 Max എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഐക്യൂവിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 4 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. ഈ രണ്ട് പ്രോസസ്സറോട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐക്യൂവിൽ വരുന്ന പ്രോസസ്സറാണ് ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ. അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് പെർഫോമൻസ്, ഗെയിമിംഗ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഐക്യു ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കാരണം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മേജറായിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്. പിന്നെ റിയൽമിയുടെ ബേസ് വേരിയന്റിൽ തന്നെ 8GB റാമും 256GB ഇന്റേണലുമാണ് വരുന്നത്. ഐക്യൂടെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഐക്യൂലും 8GB റാം 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 12GB റാം 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ 12GB റാം 512GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഐക്യൂലാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 16GB റാം 512GB ഇന്റേണൽ വെർഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ രണ്ട് ഫോണുകളിലും LPDDR5Xൻ്റെ റാമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഐക്യൂവിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള UFS 4.1 സ്റ്റോറേജ് ടൈപ്പ് ലഭിക്കുന്നുണ്ട്. റിയൽമിയിൽ UFS 4.0 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുള്ളൂ. പിന്നെ ഐക്യൂയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 128GB ഇന്റേണൽ വെർഷനിൽ നമുക്ക് UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് ലഭിക്കുന്നുള്ളൂ. മറ്റ് വെർഷൻസിൽ മാത്രമാണ് UFS 4.1 സ്റ്റോറേജ് ടൈപ്പ് ലഭിക്കുന്നത്. എന്നാലും ആ ഒരു കാര്യത്തിൽ ഐക്യൂവിന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. പിന്നെ രണ്ട് ഫോണുകളിലും IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളും റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. രണ്ട് ഫോണുകളിലും NFC-യുടെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും ഫോൺ പെട്ടെന്ന് നീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് VC കൂളിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 3.5mm മോഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളിലും Android 15 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. റിയൽമിയിൽ റിയൽമി സോഫ്റ്റ്വെയറും ഐക്യൂവിൽ FunTouch OS സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഇതിൽ റിയൽമിയിൽ 4 കൊല്ലത്തെ OS അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഐക്യൂവിൽ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ കാലത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽമിയിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണിൻ്റെയും പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. രണ്ട് ഫോണുകളിലും 50+8 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിൽ റിയൽമിയിൽ സോണി IMX896ൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഐക്യൂവിൽ സോണി IMX882ൻ്റെ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ഇപ്പോൾ ക്യാമറ കമ്പാരിസണൊക്കെ മറ്റ് സൈറ്റുകളിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പം മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഐക്യൂല് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസും വരുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലും ഐക്യു കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ഐക്യു ആയിരിക്കും. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഫോണുകളിലും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇപ്പോൾ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഐക്യൂല് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലോ ലൈറ്റ് പെർഫോമൻസും വരുന്നുണ്ട്. പിന്നെ സെൽഫി വീഡിയോയുടെ കാര്യത്തിൽ മാത്രം റിയൽമി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഐക്യു ആയിരിക്കും. എന്നാലും സെൽഫി ക്യാമറയിൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് റിയൽമിയിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഒരു ഫോൺ സെലക്ട് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐക്യു ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഏകദേശം സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് 2 ഫോണുകളിലും വരുന്നത്. 2 ഫോണുകളിലും 7000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ഫോണുകളിലും വളരെ മേജർ ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ മികച്ച 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഫോണുകളിലും ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. 2 ഫോണുകളുടെയും ബോക്സിൽ ചാർജറും വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐക്യൂല് 8 GB റാം 128 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 31,999 രൂപയാണ്. പിന്നെ ഈ 2 ഫോണുകളിലും 8 GB റാം 256 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. റിയൽമിയുടെ ഈ വെർഷന്റെ വില വരുന്നത് 34,999 രൂപയാണ്. ഐക്യൂടെ ഈ വെർഷന്റെ വില വരുന്നത് 33,999 രൂപയാണ്. അപ്പോൾ സെയിം വെർഷൻസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഐക്യൂനാണ് വില കമ്പാരിറ്റീവ്ലി കുറച്ചൊന്ന് കുറവ്. പിന്നെ 2 ഫോണുകളിലും 12 GB റാം 256 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. റിയൽമിയുടെ ഈ വെർഷന്റെ വില വരുന്നത് 37,999 രൂപയാണ്. ഐക്യൂടെ ഈ വെർഷന്റെ വില വരുന്നത് 35,999 രൂപയാണ്. പിന്നെ റിയൽമിയിൽ 12 GB റാം 512 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 41,999 രൂപയാണ്. ഐക്യൂല് 16 GB റാം 512 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഇതിന്റെ വില വരുന്നത് 40,999 രൂപയാണ്. വിലയുടെ കാര്യത്തിലും കമ്പാരിറ്റീവ്ലി വില കുറവ് ഐക്യൂനാണ്. ഈ ഒരു കാര്യത്തിലും ഐക്യൂന് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐക്യൂല് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും ഗെയിമിംഗും കിട്ടും. അതുപോലെ തന്നെ ക്യാമറയും കിട്ടും. അപ്പം ഈ കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഐക്യു നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിയൽമിയിൽ നമുക്ക് ഡോൾബി വിഷൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിയൽമിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള IP69 റേറ്റിംഗ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ റിയൽമിയിൽ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ള സെൽഫി വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്. ഈ ഐക്യൂടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള UFS 4.1 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വില കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം ഇതൊക്കെയാണ് ഈ 2 ഫോണുകളെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ 2 ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഐക്യു ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം എനിക്ക് മെയിനായിട്ട് വേണ്ടത് പെർഫോമൻസ് ആണ്. അത് ഐക്യൂല് വരുന്നുണ്ട്. എന്നാൽ വിലയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ബോണസായിട്ട് ക്യാമറ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഫോണുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.